ഹലോ. പനി വന്നാൽ ഉടൻ തന്നെ നമുക്ക് ആകെ വ്യാകുലതയായി ശരീര ഊഷ്മാവ് സാധാരണ നിലയിലാക്കാനുള്ള എന്ത് ഉപാധികളും നമ്മൾ നിരുപാധികം തേടും എന്നുള്ളതാണ് പരമാർത്ഥം. ഇത്തരുണത്തിൽ പനി വരുമ്പോൾ ഐസ് വെള്ളത്തിൽ മുക്കിയ തുണി നെറ്റിയിലിടരുത്. നെറ്റിയിൽ തുണി നനച്ചിടണം, ഉറപ്പായും ചെയ്യണം. പക്ഷേ അത് നോർമൽ ടെമ്പറേച്ചറിൽ വെള്ളത്തിൽ മുക്കിയ തുണിയെ ഇടാവൂ. ഇനി പനിയെ നേരിടാനായിട്ട് പാരസെറ്റമോളോ ആൻറ്റിപൈററ്റിക് സ്വഭാവമുള്ള മറ്റ് ഡ്രഗുകളോ നിരുപാധികം ഓവർ ഡോസിലൊന്നും വാരി വിഴുങ്ങാതിരിക്കുക. ഇതെല്ലാം തന്നെയും നിർവീര്യമാക്കുന്നതിന് ഈ രോഗാതുരമായിരിക്കുന്ന ശരീരത്തിലെ സോഫ്റ്റ് സെക്വലൻ്റ് ആയിട്ടുള്ള വൈറ്റൽ ഓർഗാൻസ് കൂടുതൽ ആയാസപ്പെടേണ്ടി വരും. ഇത്തരുണത്തിൽ ലിവർ, കിഡ്നി എന്നിവയുടെ പ്രവർത്തന മാന്ദ്യവും താളം തെറ്റലും ഉണ്ടാക്കാൻ വഴിവെക്കും. ഇതിനെല്ലാത്തിനും ഉപരിയായി വളരെ പെട്ടെന്ന് ഒരു ഉയർന്ന താപനിലയിൽ നിന്ന് ബോഡിയെ ഒരു തണുത്ത താപനിലയിലേക്ക് മാറ്റുമ്പോൾ അതിന് ഒരു ഹൈപ്പർട്രോപ്പി വരാനായിട്ട് സാധ്യത ഏറും. ഇത്തരത്തിൽ ഹൈപ്പർട്രോപ്പി വരുന്ന ഹാർട്ടോ, ലങ്ങോ, കിഡ്നിയോ ഒക്കെ തന്നെ അതിൻ്റെ അറകളുടെ ഓളിയത്തിന് വ്യത്യാസം വരികയും അത് ഇൻ ടേൺ അവയുടെ പ്രവർത്തന മാന്ദ്യത്തിന് ഇടവരുത്തുകയും ചെയ്യും. നമുക്ക് ഇതിനെപ്പറ്റി പറയുമ്പോൾ കൂടുതൽ വ്യക്തത വരുത്താനായിട്ട് ഞാൻ വളരെ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ തയ്യൽ മെഷീനിൽ ഉപയോഗിക്കുന്ന തയ്യൽ സൂചിയും ബ്ലൗസിൽ കുത്തുന്ന പിന്നും രണ്ടും സെയിം മെറ്റൽ സ്റ്റീലാണ്. പക്ഷേ പഴുത്തിരിക്കുന്ന ഉന്നത ഊഷ്മാവിൽ പഴുത്തിരിക്കുന്ന ഒരു നീഡിൽ ഐസ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അതിന് ടെമ്പറിങ് ഓഫ് സ്റ്റീൽ എന്ന് പറയും. അത്തരം ടെമ്പറിങ് ഓഫ് സ്റ്റീലാണ് ഈ നിറ്റിംഗ് നീഡിൽ, തയ്യൽ സൂചി. ഇത് സ്വാഭാവികമായി തണുക്കുന്നതാണ് ഈ സേഫ്റ്റി പിന്ന്. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള ഘടനാ വ്യതിയാനങ്ങൾ, അതിൻ്റെ ഭൗതിക ഗുണങ്ങൾ നമുക്ക് ബോധ്യമുള്ളതാണല്ലോ. വളരെ ഹാർഡ് റിജിഡായിട്ടുള്ളൊരു മെറ്റലിനെ പോലും ടെമ്പറേച്ചർ വേരിയേഷൻ ഇത്രയും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആൻഡ് സെക്വലൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യ ശരീരത്തെ ടെമ്പറേച്ചർ വേരിയേഷൻ എത്രത്തോളം സ്വാധീനിക്കും എന്ന് ബോധ്യം വന്ന് കാണുമല്ലോ. ഏവരും ഇക്കാര്യം വളരെ ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് പനി വരുമ്പോൾ.